നമസ്കാരം. WKF-ന്റെ റൂൾസിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ തുടരുകയാണ്. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കോറിങ്ങിൻ്റെ വിവിധ ആസ്പെക്ട്സാണ്. എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിൽ സ്കോറ് കൊടുക്കേണ്ടത്. ആദ്യത്തെ എപ്പിസോഡിൽ സ്കോറിങ്ങിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്കോറ് വരുന്നത് ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റർക്ക് അനുകൂലമായി രണ്ടോ അതിലധികമോ ജഡ്ജുകൾ ഫ്ലാഗ് റേസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്ററുടെ കോച്ച് വീഡിയോ റിവ്യൂ ആവശ്യപ്പെടുകയും ആ റിവ്യൂവിന് അനുകൂലമായി റിവ്യൂ പാനൽ വിധി കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലാണ് ഒരു സ്കോർ വരിക. അതായത് സ്കോർ അനൗൺസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്കോർ ഉണ്ടാവണമെങ്കിൽ ജഡ്ജസിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. പോയിന്റ്സ് സ്കോർ ചെയ്യുന്നതിനെ കുറിച്ച് റൂളിൽ പറയുന്നത് ട്രഡീഷണൽ കരാട്ടെ ടെക്നിക്കുകൾ കൈകൊണ്ടോ കാലുകൊണ്ടോ ഉപയോഗിക്കുമ്പോൾ ആണ് സ്കോർ ആകുന്നത് എന്നാണ്. ഒരു കോമ്പിനേഷൻ ഓഫ് പോയിന്റുകൾ വന്നാൽ, അതായത് ഒന്നിൽ കൂടുതൽ സ്കോറുകൾ തുടർച്ചയായിട്ട് പോയിന്റുകൾ വരാമല്ലോ, അങ്ങനെ വന്നാൽ അതിൽ ഹയസ്റ്റ് ആയിട്ടുള്ള സ്കോറായിരിക്കണം അവാർഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു യൂക്കോ ഒരു പഞ്ച് ചെയ്തതിനെ തുടർന്ന് ഒരു കിക്ക് കൂടി ആ കോമ്പറ്റീറ്റർ ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് അദ്ദേഹത്തിന് അനുകൂലമായി ആ കോമ്പറ്റീറ്ററിന് അനുകൂലമായി പഞ്ചിനുള്ള ഫ്ലാഗ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഉടനെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കിക്ക് വന്നത് കാണുമ്പോൾ ആ ജഡ്ജ് ആ കോമ്പറ്റീറ്റർക്ക് അനുകൂലമായി കിക്കിനുള്ള ഫ്ലാഗ് റൈസ് ചെയ്യുന്നതാണ്. സ്കോറിംഗ് ഏരിയ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ശരീരത്തിൻ്റെ പെൽവിസിന് മുകളിലേക്കുള്ള ഭാഗമാണ്. പെൽവിസിന് അരക്കെട്ടിന് മുകളിലേക്കുള്ള പെൽവിക് ബോണിന് മുകളിലേക്കുള്ള ഭാഗമാണ് സ്കോറിംഗ് ഏരിയ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെൽവിസിന് മുകളിലേക്ക് കോളർ ബോൺ വരെയുള്ള ഭാഗം, കോളർ ബോൺ ഉൾപ്പെടെ പെൽവിസ് മുതൽ കോളർ ബോൺ ഉൾപ്പെടെ വരെയുള്ള ശരീരഭാഗത്തിന് ചൂതൻ എന്ന പേരിൽ സ്കോറിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോളർ ബോണിന് മുകളിലുള്ള ഭാഗം ജോദൻ എന്ന പേരിൽ സ്കോറിംഗ് ഏരിയ ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ എക്സെപ്ഷൻ ഉള്ളത് ഷോൾഡർ ജോയിൻ്റ്, അതുപോലെ ത്രോട്ട്, ഐസ് മുതലായ ഏരിയകൾ സ്കോറിംഗ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയ ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ടെക്നിക്ക് സ്കോറായി മാറുന്നതിന് 6 ക്രൈറ്റീരിയ ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ 6 ക്രൈറ്റീരിയകളും പാലിച്ചു വരുന്ന ടെക്നിക്കാണ് ഒരു സ്കോർ ഉൽപ്പാദിപ്പിക്കേണ്ടത്. 6 ക്രൈറ്റീരിയകൾ ഇവയാണ്: ഗുഡ് ഫോം, സ്പോർട്ടിംഗ് ആറ്റിറ്റ്യൂഡ്, വിഗറസ് ആപ്ലിക്കേഷൻ, മെയിൻറ്റെയിനിങ് അവയർനെസ് അബൌട്ട് ദ ഓപ്പണൻറ്റ്, ഗുഡ് ടൈമിംഗ് ആൻഡ് കറക്റ്റ് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ജഡ്ജ് ഇപ്പോഴുണ്ടായ ടെക്നിക്ക് സ്കോറാണോ എന്ന് തീരുമാനിക്കേണ്ടത്. 3 സ്കോറുകളാണുള്ളത്. യൂക്കോ എന്നറിയപ്പെടുന്നത് 1 പോയിൻ്റാണ്. ശരീരത്തിൻ്റെ ചുതൻ ഏരിയയിലും ജോദൻ ഏരിയയിലും പഞ്ചുകളോ സ്ട്രൈക്കുകളോ ചെയ്യുമ്പോൾ ആണ് യൂക്കോ അവാർഡ് ചെയ്യുന്നത്. വസാരി എന്നറിയപ്പെടുന്നത് 2 പോയിൻ്റാണ്. ശരീരത്തിൻ്റെ ചുതൻ ഏരിയയിൽ കിക്കുകൾ വരുമ്പോഴാണ് വസാരി അവാർഡ് ചെയ്യുന്നത്. അടുത്തത് ഇപ്പോണാണ്. അത് 3 പോയിൻ്റാണ്. ശരീരത്തിൻ്റെ ജോദാൻ ഏരിയയിലേക്ക് വരുന്ന കിക്കുകൾക്ക് ഇപ്പോൺ കൊടുക്കും. ഏതെങ്കിലും കോമ്പറ്റീറ്ററുടെ കാൽപാദമല്ലാതെ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗം മാറ്റിൽ കോണ്ടാക്റ്റിൽ വരുന്ന സാഹചര്യത്തിൽ എതിരാളി അയാളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു വാലഡ് അറ്റാക്ക് ആണെങ്കിൽ ആ ടെക്നിക്കിന് ഇപ്പോൺ അവാർഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹിസഗമി എന്നൊരു ടെക്നിക്ക് ഇത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാലിൻ്റെ മുട്ട് മാറ്റിൽ കുത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കോമ്പറ്റേറ്റർ ഒരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ അവസരത്തിൽ എതിരാളി എന്തെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു വാലഡ് ടെക്നിക്കാണെങ്കിൽ കൂടി അതിന് 3 പോയിൻ്റ് കൊടുക്കാൻ സാധിക്കില്ല.
അതിന് തുല്യമായ നോർമൽ പോയിന്റുമായിരിക്കും കൊടുക്കേണ്ടത്. ഒരു ടെക്നിക്ക് സ്കോർ ആകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ജഡ്ജസും റെഫറിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രഡീഷണൽ കരാട്ടെ ടെക്നിക്കുകൾ ആണ് ഉപയോഗിക്കേണ്ടതെന്നും അത് കൺട്രോൾഡായിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ സ്കിൻ ടച്ച് ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കിൻ ടച്ചിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത് ടച്ചിങ് ദ ഓപ്പണൻസ് ബോഡി വിതൗട്ട് ട്രാൻസ്ഫറിങ് എനർജി. നമ്മുടെ ശരീരത്തിലെ എനർജി ഓപ്പണൻറ്റിൻ്റെ ശരീരത്തിലേക്ക് പാസ് ചെയ്യാതെ, അയാളുടെ ശരീരത്തിന് ഹാംഫുൾ ആവാതെ, ഹർട്ട് ആവാതെ എനർജി പാസ് ചെയ്യുന്നതിനാണ് സ്കിൻ ടച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ കരാട്ടെ ടെക്നിക്ക് എതിരാളിക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്കോർ കൊടുക്കേണ്ടത്. ജോദാൻ്റെ ഏരിയയിലേക്കുള്ള കിക്കുകൾ ടാർജറ്റിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ വരെ എത്തിയാലും സ്കോർ കൊടുക്കാം. അതുപോലെ തന്നെ ഹാൻഡ് ടെക്നിക്കുകൾ ടാർജറ്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ വരെ എത്തിയാലും സ്കോറുകൾ കൊടുക്കാം. കേഡറ്റ്സുകൾക്കും അണ്ടർ 14-നും കിക്കുകൾ 10 സെൻറ്റിമീറ്റർ അകലെ വരെയും ഹാൻഡ് ടെക്നിക്സ് 5 സെൻറ്റിമീറ്റർ അകലെ വരെയും സ്കോറായിരിക്കും. അണ്ടർ 14 കാറ്റഗറിയിൽ ജോദാൻ ടെക്നിക്കുകൾക്ക് സ്കിൻ ടച്ചും അലൗഡല്ല. ജൂനിയർ 14-15 കാറ്റഗറിയിലൊക്കെ കിക്കുകൾക്ക് സ്കിൻ ടച്ച് അനുവദനീയമാണ്. ഒരു ടെക്നിക്ക് സ്കോറാവുന്നത് ടൈം അപ്പ് ബെല്ലിന് മുമ്പായിരിക്കണം, യമയ്ക്ക് മുമ്പായിരിക്കണം, വയലൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കണം. അതുപോലെ വക്കരത്തെ കമാൻഡ് പുറപ്പെടുവിച്ചതിന് ശേഷം സുസുക്കിറ്റെ കമാൻഡിനിടയ്ക്ക് വരുന്ന ടെക്നിക്കുകൾ സ്കോറാവില്ല. ബൗട്ടിന് പുറത്ത് നിന്ന് ഒരു കോമ്പറ്റീറ്റർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഒരു വാലറ്റ് ടെക്നിക്കിനെ തുടർന്ന് ഒരു ഫൗൾ വന്നാൽ ആ ടെക്നിക്ക് ഒരു സ്കോറായി പരിഗണിക്കില്ല. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു വാലറ്റ് ടെക്നിക്കിന് ശേഷം ഒരു ജോഗായി ആണെങ്കിൽ അത് സ്കോറായി പരിഗണിക്കാം. ഒരാൾ ഒരു ടെക്നിക്കിന് ശേഷം ഓപ്പണൻറ്റിന് ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞാൽ, അതായത് ബാക്ക് സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവയർനെസ് ഇല്ലാതെ, ഓപ്പണൻറ്റിനോടുള്ള അവയർനെസ് കൂടാതെയാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ആ ടെക്നിക്ക് ഒരു വാലറ്റ് സ്കോറായി മാറില്ല. ഇനി എന്ത് ടെക്നിക്ക് ചെയ്താലും അതൊരു റൂളിൻ്റെ വയലേഷൻ ആണെങ്കിൽ അതൊരു സ്കോറായിരിക്കില്ല. ഇത്രയുമാണ് സ്കോറുകളെ കുറിച്ച് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ഫൗളുകളെ കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം. താങ്ക് യു.